നീറ്റ് 2024 ഉന്നത വിജയം ലഭിച്ച നിഹാലിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ബ്രില്യന്റ് ഫാമിലി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം ആളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഡിയർ. താങ്ക് യു മാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സ്കോർ? എക്സ്പെക്ട് ചെയ്തതായിരുന്നു? ഈ സ്കോർ ആക്ച്വലി ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്കോർ എക്സ്പെക്ട് ചെയ്തായിരുന്നു, ടു ബി ഫ്രാങ്ക്. പക്ഷേ ടെൻഷനും അതെല്ലാം എന്തായാലും അതും എക്സ്പെക്ട് ചെയ്തിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ കുറയുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പം എനിവേസ് ഐ എം ഹാപ്പി. എവിടെയാണ് സ്കൂൾ പഠനമൊക്കെ? എവിടെയായിരുന്നു എൻ്റെ സ്കൂളിംഗ് എല്ലാം UAE-ലായിരുന്നു, അബുദാബിയിലായിരുന്നു. സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. അപ്പം കോവിഡ് ടൈമിലായിരുന്നു. അപ്പം എൻ്റെ 11th and 12th വാസ് മോസ്റ്റ്ലി എനിക്കത് കിട്ടിയിട്ടില്ല കറക്റ്റായിട്ട്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ എൻ്റെ ഹൈസ്കൂൾ വാസ് കൈൻഡ് ഓഫ് ഇൻ ബ്രില്യൻ്റിലായിരുന്നു. എൻ്റെ ആ ഒരു എസെൻസ് ഓഫ് ഹൈസ്കൂൾ വാസ് ഇൻ ബ്രില്യൻ്റ്. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ബ്രില്യൻ്റ് മോഡൽ എക്സാംസ് എഴുതിയതിൻ്റെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു എക്സാം എഴുതിയപ്പോൾ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമ്മൾ ബ്രില്യൻ്റ് എക്സാംസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സാധാരണ എനിക്ക് സംശയമുള്ളത് അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും മനസ്സിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അതേ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നീറ്റിന് എഴുതി ഇറങ്ങിയപ്പോഴും എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് മൈൻഡ് കുറച്ച് അയ്യോ ഇത് എന്തായിരിക്കും, അതിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പം വാസ് നോട്ട് ഹാപ്പി. അപ്പോൾ അത് പാരൻസ് കണ്ടപ്പോൾ മിസ്ജഡ്ജ് ചെയ്തു. അവർ വിചാരിച്ചു അയ്യോ പ്രശ്നമായി, കൈയൊന്നും പോയില്ല എന്നുള്ള. ബട്ട് താങ്ക്ഫുള്ളി ഇറ്റ് വെന്റ് വെൽ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പറേഷൻസ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ 3 സബ്ജക്ട്സ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ടൈം ഇന്ന സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ആക്ച്വലി എൻ്റെ ഇൻട്രസ്റ്റ് കൂടുതൽ അനുസരിച്ചായിരുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതെനിക്ക് മനസ്സിലായി അതൊരു നല്ലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ല എന്ന് മനസ്സിലാക്കിയുണ്ട്. പിന്നെ ഐ ഹാഡ് എ പ്ലാൻ, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സജസ്റ്റ് ഹാവിങ് എ പ്ലാൻ ഓൺ എ മൈക്രോ ലെവൽ ആൻഡ് എ മാക്രോ ലെവൽ. മൈക്രോ ലെവൽ ഉദ്ദേശിക്കുന്ന ഈ വീക്കിലി എക്സാംസ് അല്ലെങ്കിൽ അന്നന്ന് പഠിക്കുന്നതൊക്കെ പഠിച്ചു പോകുന്നത്, അത് ആ ഒരു അപ്പം കവർ ചെയ്യുന്നതും. മാക്രോ ലെവലിൽ എന്ന് ഉദ്ദേശിക്കുന്ന മെയിൻ എക്സാമിന്, ഈ മോഡൽ എക്സാംസിനും പിന്നെ ലാസ്റ്റ് ഫൈനലി നീറ്റ് എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ. കാരണം നമ്മൾ വീക്കിലി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഓവറോൾ നമ്മൾ എടുക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. പക്ഷേ ഐ ഡിഡ്ന്റ് സ്റ്റിക്ക് ടു ഇറ്റ് 100%. ഇവൻ ജസ്റ്റ് സ്റ്റിക്കിംഗ് ടു ഇറ്റ് അറ്റ്ലീസ്റ്റ് 60 to 70% വിൽ ഗിവ് യു എ ഗുഡ് സ്കോർ. അപ്പം അതിനകത്ത് ആ ഒരു റേഞ്ചിൽ എനിക്ക് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പം അതിനനുസരിച്ചുള്ള സ്കോർ കിട്ടി. താങ്ക്ഫുള്ളി ആ ബ്രില്യൻ്റ് ഒരു ഹ്യൂജ് പാർട്ടുണ്ട് ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിലും. അതിന്റെ എല്ലാം ബ്രില്യന്റിന്റെ എന്താണോ അതിന്റെ എസൻസ് തന്നെയാണ് എന്റെ പ്ലാൻ പ്രൊജക്ട് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു ബ്രില്യന്റിനെ പറ്റിയ. വൈ യു ചൂസ് ബ്രില്യന്റ്? ശരിക്കും എന്താണ് അതിന് പിന്നിൽ? അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്യണം എന്ന് തോന്നിയ സമയത്ത് ബ്രില്യന്റ് മനസ്സിൽ വരാൻ കാരണം എന്തായിരുന്നു? മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, എനി എൻട്രൻസ് ഫോർ ദ മാറ്റർ ഓഫ് ഫാക്ട് ഫസ്റ്റ് പോപ്പപ്പ് ചെയ്യുന്നത് ഏതൊരു മലയാളികളുടെ ഇപ്പം ഓൾ ഇന്ത്യ ആയി, പക്ഷെ ഏതൊരു മലയാളികളുടെയും മനസ്സിൽ ഫസ്റ്റ് പോപ്പപ്പ് ചെയ്യുന്നത് ബ്രില്യന്റ് തന്നെയാണ്. അപ്പം ഒബിയസ്ലി എൻ്റെ പാരൻസിനും എനിക്കും ബ്രില്യന്റ് തന്നെ ആയിരുന്നു എൻ്റെ ഒരു പ്രൈം ഇത്. പിന്നെ ബ്രില്യന്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നീറ്റ് എഴുതിയപ്പം ഒരു സെറ്റ് സ്കോർ വേണം പ്രവേശിക്കാൻ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് ബ്രില്യൻ്റിൽ കിട്ടുമോ എനിക്ക്. അപ്പോൾ അറ്റ് ദാറ്റ് പോയിന്റ് എനിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടുന്നതിലുപരി ബ്രില്യൻ്റിൽ ആ ഒരു ത്രഷോൾഡ് സ്കോർ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ടോന്നായിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ബ്രില്യൻ്റിൽ കയറി. അപ്പം കൊല്ലം സെൻറ്ററിൽ തന്നെ എനിക്ക് ആസ് യു നോ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറ്റി. അതായിരുന്നു എൻ്റെ ബ്രില്യൻ്റ് വാസ് ദ ഓൺലി ചോയ്സ്. നത്തിങ് കെയിം അപ്പ് ബേസിക്കലി. ഏതായിരുന്നു ഒരു ഫേവറേറ്റ് സബ്ജക്ട്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയാൻ എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് സബ്ജക്ട് വാസ് ദ സബ്ജക്ട് ഐ ഹേറ്റഡ് ദ മോസ്റ്റ്. അത് ബ്രില്യൻ്റ് ആണ് എനിക്ക് മാറ്റി തന്നത്. എനിക്ക് കെമിസ്ട്രി ഭയങ്കര പാടായിരുന്നു. എൻ്റെ ഹൈസ്കൂളിലുള്ള എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത 11th തൊട്ട് ഒട്ടും മനസ്സിലാവാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. സോ ഐ വാസ് വെരി വീക്ക്. കെമിസ്ട്രിക്ക് ഒരു പ്രശ്നമുണ്ട്, ആ ഒരു ബേസിക്സ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഓർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും ബേസ് അറിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പം അത് അങ്ങനെ ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു ഞാൻ കെമിസ്ട്രി വെച്ചിട്ട്. പക്ഷേ ഫൈനലി ഇവിടെ വന്ന് ഞാൻ ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും നമുക്ക് അറിയാത്തൊരു സബ്ജക്ട് നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടുമല്ലോ. അപ്പം അങ്ങനെ ഫൈനലി കെമിസ്ട്രി ഐ നെയിൽഡ് ഇറ്റ്. ആൻഡ് താങ്ക്ഫുള്ളി ഈ വർഷത്തെ തന്നെ നീറ്റിൽ എനിക്ക് കെമിസ്ട്രി വാസ് ദ വൺ ഐ കുഡ് സ്കോർ ഫുൾ 180 out of 180 എനിക്ക് കെമിസ്ട്രിയിൽ കിട്ടുകയും ചെയ്തു. സോ ആൻഡ് ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് മാർക്ക് ലൂസ് ചെയ്യാൻ പ്രതീക്ഷിച്ചത് കെമിസ്ട്രിക്ക് എനിക്ക് മാർക്ക് ലൂസ് ചെയ്യുന്നു. പക്ഷേ ഫിസിക്സിന് എനിക്ക് ഫുൾ കിട്ടുമെന്ന്. പക്ഷെ തിരിഞ്ഞു വന്നു. എപ്പോഴും നീറ്റ് എടുക്കുന്ന മിക്ക കുട്ടികളും ബയോളജിക്കായിരിക്കും നന്നായി സ്കോർ ചെയ്യുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും നന്നായി പുറകിലേക്ക് പോകുന്ന ഒരു പ്രശ്നമൊക്കെ തോന്നും. അതിനെന്തായിരിക്കും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക അവർക്ക്? സൊല്യൂഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്രോച്ചിനകത്ത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പ്രോബ്ലം. കാരണം ബയോ അവർ വിചാരിക്കും കൂടുതൽ ബൈഹാർട്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഇല്ലാന്ന്. പക്ഷെ ദാറ്റ്സ് വെരി റോങ്. ബയോ ഭയങ്കര കോൺസെപ്റ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് നമ്മുടെ ലെവലിൽ നമുക്കത് അത്രയും എക്സ്പോഷർ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ബട്ട് ബ്രില്യൻ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഒരു നമുക്ക് NCERT-യിലോ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലോ പ്രിസ്ക്രൈബ് ചെയ്യാത്തതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞു തരും. സോ ആ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് അവർ അതിനകത്ത് ഇടുന്നത്, അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ആ ഒരു കോൺസെപ്റ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബയോയും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും.
എപ്പോഴാണ് ഒരു ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ചെറുപ്പത്തിൽ തോന്നിയോ, അല്ലെങ്കിൽ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആയിട്ട് ഞാനൊരു ഡോക്ടർ ആവുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നിയതാണോ? യെസ്, എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ ഉമ്മ തന്നെയാണ്. ഉമ്മച്ചി ഒരു MBBS ഡ്രോപ്പ് ഔട്ട് ആണ്. അപ്പം ഞാൻ വളരെ ചെറുതായിരുന്നു. അപ്പം ഫാമിലി പ്രഷറൊക്കെ കാരണം ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഡ്രോപ്പ് ഔട്ട് ആയത്. സോ അപ്പം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ഐ വാസ് വെരി ലിറ്റിൽ. അപ്പം തൊട്ട് ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവുക, അപ്പം ഒരു മെഡിസിൻ, അതിനെക്കുറിച്ചൊരു അപ്പോഴാണ് അതിൻ്റെ ഒരു തോന്നിയത്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെറുപ്പത്തിലെ അങ്ങനെ എന്തെങ്കിലും എടുത്തിരുന്നു പഠിക്കാനായിട്ട്, അതോ ഒരു ടൈം പീരീഡിലാണോ സ്റ്റാർട്ട് ചെയ്തത് ഇനി ഇതാണ് എന്റെ വഴി എന്നുള്ള? ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ആക്ഷൻ എടുത്തത് സത്യം പറഞ്ഞാൽ ബ്രില്യൻ്റ് വന്നു കഴിഞ്ഞിട്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് എന്തും ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഡീപ് ഡിസയർ ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഒരു ആഗ്രഹമായിട്ട് മാത്രം നിന്നു. പക്ഷെ അത് ശരിക്കും ഒന്ന് കൊലച്ചത് എനിക്ക് തോന്നുന്നു ബ്രില്യൻ്റിൽ വന്നിട്ടാണ്. അത് ബ്രില്യൻ്റ് ആ ഒരു വഴികാട്ടി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമ്മുടെ തന്നെ ബ്രില്യൻ്റ് മോഡൽ എക്സാംസ് അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയത് സ്കോർ നമുക്ക് നേടാനും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ? മോഡൽ എക്സാംസ് വാസ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് ആക്ച്വലി തിയറി നമുക്ക് ഒരു കഴിഞ്ഞിട്ട് നമുക്ക് തിയറി പിന്നെ ഒരുപാടൊന്നും ലുക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ മോഡൽ എക്സാം തന്നെയായിരുന്നു എൻ്റെ. നമുക്ക് സ്കോർ പ്രോഗ്രസ് നോക്കാനും നമ്മുടെ ആ ഒരു റിസൾട്ടും പിന്നെ എവിടേക്കാണ് നമ്മളുടെ ഗ്യാപ്പും എല്ലാം മനസ്സിലാക്കാൻ ശരിക്കും മോഡൽ എക്സാം ആണ് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ലെവലിൽ പഠിത്തം, അത് എനിക്ക് ആ ലാസ്റ്റ് മോഡൽ എക്സാംസ് ആയിരുന്നു ആ ഒരു മാക്രോ ലെവൽ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയോണ്ടാണ് എനിക്ക് തോന്നുന്നു നീറ്റിന് ആ ഒരു സെയിം ലെവലിൽ തന്നെ എനിക്ക് സ്കോർ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇനി ഇപ്പം ഒരു ഡ്രീം കോളേജ്, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ, ഇന്ന കോളേജ് എന്നൊക്കെ, അതേതാണ്? ഡ്രീം കോളേജ് ആയിട്ട് എൻ്റെ മനസ്സിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു നെർഫ് റാങ്കിങ്ങിൽ വരുന്ന ഒരു ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 50 വരുന്ന ഒരു സ്കോർ ആയിട്ട് ഒരു കോളേജ് ആയിരുന്നു എൻ്റെ ആഗ്രഹം. ആൻഡ് താങ്ക്ഫുള്ളി വിത്ത് മൈ സ്കോർ ഐ ഫീൽ ലൈക്ക് എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. അപ്പം അവിടെ ചൂസ് ചെയ്ത് അവിടെ തന്നെ എൻ്റെ UG പഠനം നിർവഹിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് എനിക്ക് PGക്ക് വേണ്ടിയിട്ട് എയിംസും ഒക്കെ താല്പര്യമുണ്ട്. നമ്മുടെ അപ്കമിങ് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു മോട്ടിവേഷൻ, അവർക്ക് എന്തൊക്കെ ടിപ്സ് കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം അവരായിട്ട്? അപ്കമിങ് സ്റ്റുഡൻസിന് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൈക്രോ ലെവലിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ബിക്കോസ് ഇതിപ്പം നീറ്റ് താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ എൻട്രൻസ് എഴുതാൻ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു മെഡിസിൻ സീറ്റ് ആയിരിക്കുമല്ലോ അവർ നോക്കുന്നത്. അപ്പോൾ അവർക്ക് ദേ ഹാവ് എ ഡിസയർ ഒബ്വിയസ്ലി. അപ്പം അത് പൂർണ്ണീകരിക്കാൻ വേണ്ടിയിട്ട് ദേ നീഡ് ടു ടേക്ക് ആക്ഷൻസ്, ദേ നീഡ് ടു ഹാവ് എ പ്ലാൻ. ആ പ്ലാനിൽ ഒരു വീക്ക്ലി എക്സാംസും അന്നന്ന് പഠിപ്പിക്കുന്നത് അത് കവർ ചെയ്യാനും, എല്ലാവർക്കും കവർ ചെയ്യാനൊന്നും പറ്റില്ല, ലെറ്റ്സ് ബി റിയലിസ്റ്റിക്, കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു പരിധി വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാൻ. ദ സെയിം ടൈം മോഡൽ എക്സാംസ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് എൻ്റെ പ്ലാൻ. പിന്നെ ബ്രില്യൻ്റിലാകുമ്പോഴത്തേക്കും നമുക്ക് 2 മാസം കൂടുമ്പോഴും എക്സാംസ് ഉണ്ട്. അതിനെ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് യൂണിറ്റ് എക്സാംസ് ഉണ്ട്, പിന്നെ എല്ലാം കൂടെ ഓൾ യൂണിറ്റ് എക്സാംസ് ഉണ്ട്, കോമ്പിനേഷൻ യൂണിറ്റ്സ് ഉണ്ട്. അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാൻ ഉണ്ട്. പിന്നെ ലൈബ്രറിയിൽ തന്നെ ഒരുപാട് ബുക്സ് ഉണ്ട് ഈ മോഡൽ എക്സാംസ്, യൂണിറ്റ് മോഡൽ എക്സാംസും ബ്രില്യൻ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളുള്ള ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊരു 60 to 70% എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ല സ്കോറിലേക്ക് എത്താം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 100% ആർക്കും പറ്റില്ല, ദാറ്റ്സ് ടു അൺറിയലിസ്റ്റിക് ടു ആസ്ക്. അപ്പം നമുക്ക് ആ ഒരു അറ്റ്ലീസ്റ്റ് ഡു ദം ദിനം. ഇപ്പം എന്തായാലും ഒരു വലിയൊരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു എയിം അച്ചീവ് ചെയ്തു. ഇനി അപ്പൊ എന്തായാലും അതിപ്പം എന്താണ് അപ്പുറം ഒരു ഗോൾ ഉറപ്പായിട്ട് നിഹാലിന് ഉണ്ടാവും അല്ലേ? അതെന്താണ്? ഇപ്പം എന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയൊരു സീറ്റാണ്. അപ്പം അതിന് മാക്സിമം വൃത്തിയായിട്ടും ഒട്ടും ഉഴപ്പാതെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഗോൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് PGക്ക് INI സെറ്റ് ആണ് എനിക്കിപ്പോഴും ആഗ്രഹം. ഐ നോ ഇറ്റ്സ് ടു ഏർലി, പക്ഷേ when you start early അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് എയിം ചെയ്ത് പഠിക്കണമെന്നുണ്ട്. എയിംസിൽ തന്നെ PGക്ക് താല്പര്യമുണ്ട്. പക്ഷേ I don't know if the plans gonna change. Hopefully it doesn't. റിസൾട്ട് അറിഞ്ഞപ്പോ എന്താണ് തോന്നിയത് ആളുടെ ഈ ഒരു വിജയത്തില്? ശരിക്കും അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്കോർ നോക്കിയപ്പോൾ ബെറ്റർ സ്കോറായിട്ട് തന്നെ തോന്നിയുകൊണ്ട് നല്ലൊരു എക്സ്പെക്റ്റേഷൻ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു സക്സസ് ആയിരിക്കും എന്നുള്ളൊരു അതിൽ കുറേ എക്സൈറ്റഡ് ആയിരുന്നു. ഈവനിങ്ങിൽ ഞങ്ങളെല്ലാം നോക്കിയ ശേഷം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. സ്റ്റിൽ വി ആർ ഹാപ്പി ഇൻ ദിസ്. പഠനകാര്യത്തിലൊക്കെ ആളെങ്ങനെയാണ്? ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിക്കും. പിന്നെ ഞാനായിരുന്നു അങ്ങനെ കൂടെ പഠിപ്പിച്ചിങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ
പുള്ളി 100 ആ ഒരു LKG തൊട്ടിട്ടേ ആ ഒരു മാർക്ക് അര മാർക്ക് കുറഞ്ഞാൽ പുള്ളിക്ക് തോറ്റുപോയി എന്ന ഫീലിംഗ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണ് വന്നത്. പിന്നെ 8th 9th ഒക്കെ ആയപ്പോഴാണ് സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴും കുഴപ്പമില്ലാത്ത 10th വരെയും കുഴപ്പമില്ല. 11th 12th ആയപ്പോഴത്തേക്കാണ് ഈ കൊറോണ ഒക്കെ വന്നത്. ആ ഒരു ശരിക്കും സീരിയസ്നെസ് ഇല്ലായിരുന്നു പഠിത്തത്തിൽ. പിന്നെ ഞങ്ങൾ ബ്രില്യൻ്റ് തന്നെയാണ്. നീറ്റ് എന്ന് പറയുമ്പോൾ ബ്രില്യൻ്റ് തന്നെയാണ്, വേറെ ഓപ്ഷൻസ് തന്നേ ഇല്ല. ഇവൻ്റെ ചെറുപ്പം തൊട്ട് ഞങ്ങൾക്ക് ഇവൻ പഠിപ്പോന്നെങ്കിൽ ബ്രില്യൻ്റ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ബ്രില്യൻ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും ആദ്യം ചെയ്തത് അവൻ +1 +2 വൃത്തിയായിട്ട് പഠിച്ചു. +1 +2 പോർഷൻസ് വൃത്തിയായിട്ട് പഠിച്ചു ആദ്യത്തെ വർഷം. അപ്പം എനിക്കറിയാമായിരുന്നു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, കാരണം +1 +2 ഒന്നും അവൻ്റെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു നല്ലൊരു വിജയത്തിൽ തന്നെ എൻട്രൻസ് കഴിയുമ്പോൾ നല്ലൊരു മാർക്കിൽ തന്നെ അവൻ പുറത്തേക്ക് വരുമെന്ന് എനിക്ക് ഷുവറായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അവൻ്റെ ഷെഡ്യൂൾ അവൻ തന്നെയാണ് അതെല്ലാം. നമ്മൾ ഇങ്ങനെ രാവിലെ ക്ലാസ്സിന് പോകണം അല്ലെങ്കിൽ ഇത്ര സമയം പഠിക്കണം അങ്ങനെയൊന്നും നമ്മളതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അവൻ്റെ പ്ലാനിങ് അവൻ്റെ ഷെഡ്യൂൾ അവൻ തന്നെയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ ക്ലാസ്സിലെത്തുക, അങ്ങനെ കറക്റ്റ് എക്സാംസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. എക്സാംസ് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്ന് കറക്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വന്ന് തന്നെ വൈകിട്ട് തന്നെ ചെയ്ത് അതിനകത്ത് ഉള്ള ആ മിസ്റ്റേക്ക് പറ്റിയതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പോകുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ശരിക്കും അതേ രീതി തന്നെയാണ് അവൻ ചെയ്തത്. ഇപ്പോൾ ജീവിതത്തിൽ നേടിയ ഒരു വിജയം ആൾക്ക് ഇനിയും കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ബ്രില്യൻ്റ് ടീം ആശംസിക്കുകയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.